സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. പാണ്ടിക്കാട് ജംഗ്ഷനിൽ അപകടങ്ങൾ നിത്യസംഭവം. പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വണ്ടൂർ ബ്ലോക്ക് പാണ്ടിക്കാട് ഡിവിഷൻ അംഗം ഇ സഫീർ ജാൻ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനെ കണ്ടു. തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് സഫീർ ജാൻ ഗണേഷ് കുമാറിനെ കണ്ടത്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അത് വെച്ചാൽ റെഡിയാവും. ഞാൻ ഇവിടെ എനിക്ക് വന്നേ ആരാ ഉള്ള ഇവിടെ പിന്നെ രാജീവായി ഒന്നും രാജീവ് ഈ വിഷയം നിരന്തരമായി ഒരു സ്പോട്ടിൽ അപകടമുണ്ടാകും. ഇദ്ദേഹം പറയുന്ന അവിടെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്, ഒരു സിഗ്നൽ ലൈറ്റ് വെച്ചാൽ മാറുന്നതാണ്. പണിയന്തരമായിട്ട് റോഡ് സേഫ്റ്റി അതോറിറ്റിനെ അവരോട് ആ സ്ഥലമൊന്ന് പരിശോധിച്ചു. അവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ വിളിച്ചിട്ട് അവിടെ ലൈറ്റ് വെച്ചാലും ശരിയാവില്ല, ഇവർ പോയിട്ടൊന്നും കാര്യമില്ല. എന്നിട്ട് ഇവരെയൊന്നും സർട്ടിഫിക്കറ്റ് എഴുതി വാങ്ങിച്ചിട്ട് അടുത്ത മീറ്റിംഗിൽ വെച്ചാൽ ലൈറ്റാണ്. പാണ്ടിക്കാട് ടൗണിൽ നിരന്തരമായി രാത്രികാല വാഹനാപകടങ്ങളും ഗതാഗത കുരുക്കും രൂക്ഷമാണ്. 2 മാസത്തിനിടെ അപകടങ്ങളിലായി 2 മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 26 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ജംഗ്ഷൻ സൂചിപ്പിക്കുന്ന ബോർഡുകളോ വേഗം നിയന്ത്രണ സംവിധാനങ്ങളോ ഇല്ലാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നു. ജംഗ്ഷൻ ഉണ്ടെന്നറിയാതെ അമിത വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ മധ്യഭാഗത്ത് വെച്ച് അപകടത്തിൽപ്പെടുകയാണ്. 2016-17 കാലത്ത് ടൗണിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം ഉണ്ടായിരുന്നെങ്കിലും റോഡുകളുടെ വീതി കുറവ് കാരണം ഗതാഗത കുരുക്ക് രൂക്ഷമായതോടെ അത് ഒഴിവാക്കി. രാത്രികാല കച്ചവടം നടത്തുന്നവരും ടൗണിൽ എത്തുന്നവരുമാണ് ഇപ്പോൾ അമിത വേഗത്തിലെത്തുന്ന വാഹനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. നിലവിൽ ഒരു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പരിഹാരമുണ്ടാകുന്നില്ല എന്നാണ് സഫീർ ജാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ മിനിസ്റ്ററെ കണ്ടിരുന്നു. നമ്മുടെ നാടിൻ്റെ പാണ്ടിക്കാട് ടൗണിൽ 4 റോഡുകൾ ചേരുന്ന നമ്മുടെ ജംഗ്ഷനിലെ അപകടം, നിരന്തരമായ അപകടങ്ങളാണ് നടക്കുന്നത്. ഇവിടെ 2 മരണം നടന്നു, ഒട്ടേറെ പേർക്ക് അപകടമുണ്ടായി, വാഹനങ്ങൾക്ക് അപകടം ഉണ്ടാകുന്നു. രാത്രി കാലങ്ങളിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മളിതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അവിടെ യാത്രക്കാർ കടന്നു വരുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് ജംഗ്ഷൻ ഏതാണ് എന്ന് അറിയാത്ത രീതിയിലാണ് വരുന്നത്. പല അപകടങ്ങളും അങ്ങനെ സംഭവിച്ചു. അപ്പോൾ അവിടെ നമ്മൾ ആവശ്യപ്പെട്ടുള്ളത്, ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറഞ്ഞത്, അവിടെ ഒരു സിഗ്നൽ ബോർഡുകൾ, ദിശാ ലൈറ്റുകൾ നിർബന്ധമായിട്ട് വേണം. അതുപോലെ തന്നെ സിഗ്നൽ പ്രവർത്തിപ്പിക്കണം. ഈ സിഗ്നൽ പ്രവർത്തിപ്പിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സൈഡ് നമുക്ക് ഒഴിവാക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ റോഡിൻ്റെ വീതിയുമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പരിഹരിക്കേണ്ടതുണ്ടെങ്കിൽ പോലും അടിയന്തരമായിട്ട് നമുക്ക് ഡിവൈഡറുകൾ വെക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഹമ്പുകൾ വെക്കാൻ പറ്റും. അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള സൂചനാ ബോർഡുകൾ വെച്ച് ഇത് ജംഗ്ഷനാണ് എന്ന് കൃത്യമായിട്ട് വാഹനം ഓടിക്കുന്ന യാത്രക്കാരെ അറിയിക്കുന്ന രീതിയിലേക്ക് വരാൻ വേണ്ടി ഉള്ളൊരു പരിശ്രമമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മന്ത്രി കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു. കൃത്യമായി അപകടങ്ങൾ നടന്ന കൃത്യമായ മാധ്യമ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. വളരെ അനുഭാവപൂർവ്വം അത് പരിഗണിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ എക്കാലത്തെയും ആ ട്രാഫിക് രൂക്ഷമായ അപകടങ്ങളും ആ പ്രതിസന്ധിയും പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്തായാലും അത് കഴിയും എന്നൊരു പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ജംഗ്ഷനിലെ 4 റോഡുകളിലും ട്രാഫിക് സിഗ്നൽ ലൈറ്റുകളും ഡിവൈഡറുകളും സ്ഥാപിക്കണം. 150 മീറ്റർ അകലെ ഹബ്ബുകൾ സ്ഥാപിച്ചാൽ ഡ്രൈവർമാർക്ക് വേഗത കുറയ്ക്കാൻ സാധിക്കും. ഇക്കാര്യത്തിൽ മന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നാണ് സഫീർ ആവശ്യപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ.